ഈ ശബ്ദം ഇന്ന് പുറത്തു വന്നപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായി അത് കേൾക്കുമ്പോൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഈ ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചതിൽ അതില്ല. അതായത് വിളിച്ച് സംസാരിച്ച ആ പെൺകുട്ടിയോട്, ആ സ്ത്രീയോട് അച്ഛൻ്റെ ഡയപ്പറിൻ്റെ സൈസ് എത്രയാണ്, ഞാനത് എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. അത് കൊണ്ടുവരണ്ട, അതൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് വളരെ മര്യാദയോടെ തന്നെ ആ സ്ത്രീയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, 2,15,00,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് തിരുവനന്തപുരത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിഹരിക്കാനാവാത്ത വലിയൊരു തുകയും പ്രശ്നവുമായിരുന്നു. നിശ്ചയമായിട്ടുമല്ലോ. അദ്ദേഹത്തിൻ്റെ വിലയേറിയ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നുന്നു ആത്മാർത്ഥതയുള്ള BJPക്കാർ അവിടെ ആഗ്രഹിക്കുന്നുണ്ടാവുക, ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ആ ഓഡിയോ ശകലവും കൂടെ കേൾപ്പിക്കേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ നമ്മുടെ പ്രേക്ഷകർ അത് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം അതിൽ ഈ സംഭാഷണങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി, ആ സംസാരിക്കുന്ന സ്ത്രീ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ ഒരു ആദരവിന് മറുപടിയായിട്ട് അദ്ദേഹം, നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ശബ്ദത്തിൽ അതുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞിരിക്കുകയാണ് അല്ലാതെ. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഈ അടുത്ത സംഭാഷണ സ്ഥലത്ത്, നമ്മൾ കൊടുക്കാത്ത സംഭാഷണ സ്ഥലത്തിൽ നിൻ്റെ ഈ പണം തരാൻ പറ്റുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡയപ്പറിൻ്റെ സൈസ് പറഞ്ഞാൽ ഞാനത് എത്തിച്ചു കൊടുക്കാൻ ചെയ്യാമെന്ന് അദ്ദേഹം ആ നിമിഷം പറയുകയാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഹൃദയവേദന ഉണ്ടായത് ഹർഷ, കൊച്ചു പിള്ളേരാണ്, എവിടെ എത്തിയിട്ടില്ല. ഏതൊരു രക്ഷിതാവും അദ്ദേഹത്തിന് മനസ്സിൽ അപ്പം തന്നെ ഉണ്ട്, ഞാൻ മരിക്കുകയാണ്, ഞാൻ പോവുകയാണ്. അതെ, ഞാൻ ജീവിതത്തിൽ കുട്ടികളെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാനായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആ വാക്കുകളിൽ അറിയാം. എന്നിട്ട് BJP എനിക്ക് മഹാസങ്കടം തോന്നിയത് ഹർഷ, അതായത് ഇതിപ്പോൾ CPM-കാരനായിരുന്നു തിരുമല അനിലെങ്കിൽ എന്ന് ഞാൻ കുറേ നേരത്തേക്ക് ആലോചിച്ച് നോക്കി. CPM-കാരനായിരുന്നെങ്കിൽ CPM കേരളം ഭരിക്കുന്നതുകൊണ്ടും CPM ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ ഭരണ പാർട്ടിയൊക്കെ ആയതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഇതേക്കാൾ അഗ്രസീവായിട്ട് വാർത്ത ചർച്ച ചെയ്തേനെ. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ എല്ലാ ബോർഡംഗങ്ങളെയും വിളിച്ചു എന്ന്. ഹർഷൻ അറിയോ, ഏതെങ്കിലും ഒരു ബോർഡംഗത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാണ് ഈ ബോർഡംഗങ്ങൾ? CPM-കാരനായിരുന്നു തിരുമല അനിലെങ്കിൽ, അവിടുത്തെ ഏതെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഒരുത്തരോ നേതാവായിരുന്നുവെങ്കിൽ ആരാണ് ഈ ബോർഡംഗങ്ങൾ എന്ന് ഫോട്ടോ വെച്ച് മനോരമ പത്രത്തിലും നമ്മളുടെ ചാനലിലെല്ലാം നമ്മൾ വാർത്ത കൊടുത്തേനെ. മനോരമ പത്രത്തിൽ വന്നേനെ, ഓരോ ആളുകളുടെയും ഫോട്ടോ വെച്ച് കൊടുത്തേനെ. ഇവരാണ് മറുപടി പറയേണ്ട ആളുകൾ ഈ നിന്ദ്യമായിട്ടുള്ള ഇത്രയും കഷ്ടതരമായിട്ടുള്ള സാഹചര്യത്തെ എന്ന് പറഞ്ഞേനെ. പക്ഷേ അതുണ്ടായില്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആദ്യ നിലക്ക് ബുദ്ധിമുട്ടിക്കരുതെന്ന ആഗ്രഹമൊക്കെ നമുക്കുമുണ്ട്. പക്ഷേ ഇത് കേട്ടാൽ ഇതിനെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആലോചിച്ചു പോലും. അതുകൊണ്ട് അധികം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാതെ ഞാനൊരു കാര്യം പറയട്ടെ, ആ കുട്ടികളെ ഈ പാർട്ടി ഏറ്റെടുക്കണം. ഹർഷൻ പറഞ്ഞതുപോലെ 2-2.5 കോടി രൂപയല്ലേ ഉള്ളൂ. ഇത് തൽക്കാലത്തേക്കെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മറിച്ചിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു പാർട്ടിയല്ല BJP. അവർ ഈ തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക് എത്രമാത്രം ഫണ്ട് പമ്പ് ചെയ്യുന്നുണ്ട്, അവരെത്രമാത്രം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് അറിയാത്ത ആളുകൾ ഇവിടെ ആരുമില്ല.